താങ്കളും പിടിച്ചിങ്ങനെ കിടക്കുക ആരും വരുന്നില്ല. ചേട്ടനതാണ് അടുത്ത് പറഞ്ഞത്. മഴയാണ്, നിങ്ങൾക്ക് മഴയത്ത് വെള്ളം ഉണ്ടാക്കി നിങ്ങൾക്ക് ഇവിടെ ഒഴുക്കേണ്ടതാണോ? വന്നിട്ട് ഏത് വഴിക്ക് പോയാലും അവിടെ എല്ലാം ഇതിനുമാത്രം ഓട്ടം ഉണ്ടോ? ട്രാവൽ നോട്ട്സിന്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ എന്നാ മഴയാണെന്നറിയാം, ഇവിടെ മഴ അടിച്ച് തകർക്കുവാണ്. ഒരു മഴയും ഞങ്ങൾക്ക് വിഷയമല്ല. കറുകച്ചാലിലെ എല്ലാ കാഴ്ചകളും ഒപ്പിയെടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഞങ്ങള്. അപ്പോൾ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാത്തുണ്ടെങ്കിൽ ഉടൻ തന്നെ ഫോളോ ചെയ്യുക. എന്നാൽ മാത്രമേ അടിപൊളി കാഴ്ചകൾ നിങ്ങൾക്ക് ഇനി കാണാൻ പറ്റുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ ഒരിക്കലും ഞങ്ങൾക്ക് അറിയിക്കാതിരിക്കുന്നത്, അത് കമന്റുകളായി രേഖപ്പെടുത്തണം. നിങ്ങളുടെ കമന്റുകളാണ്, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളാണ് ഞങ്ങളുടെ വിജയം. അതുപോലെ തന്നെ ഈ അടിപൊളി ഒരുപാട് സെഗ്മെന്റും കാര്യങ്ങളുമല്ല, ഒരുപാട് ടാസ്കുകളുള്ള ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കറുകച്ചാലിലെ തന്നെ നമ്പർ 1 സൂപ്പർ മാർക്കറ്റായ PS ഗിഫ്റ്റ് ഹൗസിന്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അവിടുത്തെ വമ്പൻ കളക്ഷൻസുകൾ നമുക്ക് കാണണ്ടേ? ബാ, നമ്മൾ PS ഗിഫ്റ്റ് ഹൗസിന്റെ അകത്തെത്തിയിരിക്കുകയാണ്. ഒരുപാട് കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്, ഒരുപാട് ഐറ്റം കാണാനുണ്ട്. നമുക്ക് ഓരോന്നാടം കണ്ടു തുടങ്ങിയേക്കാം. പ്രഷർ ചെയ്തുണ്ട് ഹോർലിക്സിന്റെ ഐറ്റംസുകളാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നോക്കിയേ, ഇതാണ് വാഷിംഗ് പൗഡറുകൾ. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ബേക്കറി ഐറ്റംസ് ആണ് കേട്ടോ, ചിപ്സുകൾ, അതുപോലുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ ഇവിടെ നൂഡിൽസ് ഐറ്റംസുകൾ, പാൽ പൗഡറുകൾ, നോക്കി പലചരക്ക് ഐറ്റംസാണ് മൊത്തം എല്ലാം ഉണ്ട് കേട്ടോ. എന്താ അവല് അങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. വെള്ളോട്ട് നോക്കി കഴിഞ്ഞാൽ ഇതുണ്ടോ, ദോശ, ഇഡലി, പുട്ട് എല്ലാം തന്നെ പൗഡറുകളാണ്. വെളിയിൽ നിന്ന് കാണുന്നതല്ല കേട്ടോ, എല്ലാം സോപ്പ്, ചീപ്പ്, കണ്ണാടി എല്ലാ ഐറ്റംസും ഉണ്ട്. ലോഷന്, പാത്രം വെക്കുന്ന സ്റ്റാൻഡുകൾ എല്ലാം നമ്മുടെ ഈ സൂപ്പർ മാർക്കറ്റിലുണ്ട്. നിറയെ സാധനങ്ങളാണ് കേട്ടോ നമ്മുടെ ഷോപ്പിൽ. ഫാമിലിയൊക്കെ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഒരു കുടക്കീഴിൽ തന്നെ നമുക്കിവിടെ ലഭ്യമാണ്. തീർന്നിട്ടില്ല, വെടിയും പോയ ഐറ്റംസുകൾ മേളിലാണ്, ഗിഫ്റ്റ് ഐറ്റംസുകൾ. ബാ, കാണാം. ചുമ്മാ പറഞ്ഞല്ല കേട്ടോ, ഒരുപാട് കളക്ഷനാണ് ഗിഫ്റ്റുകളുടെ. നമുക്ക് ഇതുണ്ടോ, ഫ്ലവർ തന്നെ ആദ്യം കാണാം. ധാരാളം വെറൈറ്റി ഫ്ലവറുകളുണ്ട്. അതുപോലെ തന്നെ ഉണ്ടോ കുട്ടികളുടെ ആയിട്ടുള്ള ട്രോഫി ഐറ്റംസുകൾ. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതേ വേറൊരു വെറൈറ്റി കാണിക്കുക. അതോ ഇതാണ് ഓട്ടുരുളി, ഓട്ടുകിണ്ടി, ഓട്ട് മൊന്ത. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റൗ ആണ് ഹൈലൈറ്റ് ആയിട്ടുള്ളത്. ഇത് ഗ്ലാസിന്റെ സ്റ്റൗ ആണ്. അതുപോലെ എല്ലാത്തരം സ്റ്റൗകളും ഉണ്ട്. പിന്നെ ഇവിടെ മെയിനായിട്ട് സ്റ്റീല്, അതുപോലെ പാത്രങ്ങൾ, അതുപോലെ തന്നെ അലുമിനിയം അതാണ് ഇവിടുത്തെ നല്ല ബ്രാൻഡുകളേ ഉള്ളൂ. അതുപോലെ തന്നെ ഗിഫ്റ്റ് ഐറ്റംസ് ആണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതൊക്കെ സാധാ സ്റ്റൗ ആണ്. അതുപോലെ തന്നെ ഇതിൽ പാത്രങ്ങൾ, ഇതൊക്കെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനുള്ള വിവിധ തരത്തിലുള്ള പാത്രങ്ങളാണ്. എല്ലാ ഐറ്റംസുകളും ഉണ്ട്. ജഗ്, പിന്നെ ക്രോക്കറി ഐറ്റംസ് ഉണ്ട്, കുക്കർ, അതുപോലുള്ള എല്ലാ ഐറ്റംസും നമുക്കിവിടെ ഉണ്ട്. വിവിധ തരത്തിലുള്ള ഭരണികളാണിത്. മാങ്ങായും അതുപോലെ നെല്ലിക്കായും നാരങ്ങയൊക്കെ ഉപ്പിലിട്ട് വെക്കാനൊക്കെ പറ്റിയ സാധനമാണ്. ഇതൊക്കെ ഗ്ലാസിന്റെ ഭരണികളാണ്. ഇതുകൊണ്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള നല്ലൊരു പിക്ചറില് നല്ല ഭംഗിയല്ലേ കാണാൻ. അതുപോലെ തന്നെ കേരളത്തനിമ വിളിച്ചോതുന്ന കഥകളി, എല്ലാ ആൾക്കാരുടെയും ദൈവങ്ങളുടെയും നല്ലൊരു കളക്ഷനാണ് നമുക്കിവിടെ ഉള്ളത്. ഇതുകൊണ്ട് നോൺ സ്റ്റിക്ക് ഐറ്റംസുകളുടെ ഒരു കളക്ഷനാണ് കേട്ടോ. ഇത് നോൺ സ്റ്റിക്കിന്റെ ഫ്രൈ പാൻ ആണിത്. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കുക്കറുണ്ട് കേട്ടോ. കുക്കറിന്റെ തന്നെ നോൾട്ടാടെ ഉണ്ട്, പ്രസ്റ്റീജ് ഉണ്ട്. കുക്കറും നോൺ സ്റ്റിക്കൊക്കെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. കറുകച്ചാലിന്റെ ആദ്യകാല വ്യാപാരിയും അതുപോലെ തന്നെ PS ഗ്രൂപ്പിന്റെ സ്ഥാപകനുമായ PS കേശവൻ സാറിനെ അനുമോദിച്ചൊരു ചടങ്ങിന്റെ പിക്ചറാണ്. ഉമ്മൻചാണ്ടി സാറും ജയരാജ് സാറും ഒക്കെ അതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് PS ഗ്രൂപ്പിന്റെ ഉടമസ്ഥനെ പരിചയപ്പെടാം. ഒരു സഹൃദയനാണ്, ഇവിടുത്തെ സ്റ്റാഫുകളുടെയൊക്കെ ഒപ്പം തന്നെ നിന്ന ഒരു കമ്പനിയാണ്. സാറേ നമസ്കാരം. നമസ്കാരം. പേരെന്ന് പറയാം? എൻ്റെ പേര് സജി കേക്ക്. നമ്മുടെ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് എത്ര വർഷമായി? നമ്മുടെ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് ഒരു 20-22 വർഷത്തോളം. അതല്ലേ? ഇതിന് അച്ഛനായിട്ട് തുടങ്ങിയതാണ്. അച്ഛനായിട്ട്
ബിസിനസ് തുടങ്ങി. 1950 തൊട്ട് അച്ഛനായിട്ട് തുടങ്ങി. ഞങ്ങൾ 3 പേരും ഇന്ന് ബിസിനസ്സിൽ കരച്ചാൽ കവലയിലെ കറുകച്ചാലിൽ തന്നെ വർഷങ്ങൾ പാരമ്പര്യമുള്ള ഒരു കടയാണ്. തീർച്ചയായിട്ടും ഉണ്ട്. കരച്ചാലിന്റെ വർഷങ്ങൾ പാരമ്പര്യം എന്ന് പറയത്തക്ക രീതിയിൽ ഭയങ്കര അടുപ്പവും ജനങ്ങളുമായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. ജനങ്ങളുമായിട്ട് അടുത്ത് നിൽക്കുന്ന നമ്മുടെയൊക്കെ നാട്ടിൽ മാർജിൻ ഇല്ലാതെ സാധനങ്ങൾ കൊടുക്കുമെന്ന് പറയുന്ന പല വൻകിട പ്രസ്ഥാനങ്ങളും ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നതിന് മുമ്പേ ഞങ്ങളുടെ അച്ഛൻ ഈ നാട്ടിൽ വിറ്റുകൊണ്ടിരുന്നത് ആ രീതിയിലുള്ള ഒരു ബിസിനസ്സാണ്. കുറച്ച് ലാഭം എടുത്തുകൊണ്ട് കൂടുതൽ കച്ചവടം ചെയ്ത് ലാഭം ഉണ്ടാക്കുക എന്നുള്ള ഒരു തിയറിയാണ്. അതിപ്പോഴും ഞങ്ങളും തുടരുന്നു. നമുക്ക് ഉള്ള ഗിഫ്റ്റുകളാണ് എന്തിനുള്ള ഇതൊക്കെ? നമ്മൾ ഓരോ കമ്പനികളുടെ ഓരോ സ്കീമുകൾ നമ്മൾ ചെയ്യുമ്പം അവർ പല നമ്മളെ വിദേശ രാജ്യങ്ങളിലേക്ക് ടൂർ കൊണ്ടുപോവുകയും അവിടെ വെച്ച് നമുക്ക് ഓരോ മൊമെന്റുകൾ തരികയും ചെയ്യുന്നതാണ്. നമ്മളിപ്പം 8-9 രാജ്യങ്ങളോളം കവർ ചെയ്ത്. അപ്പോൾ സാർ നമ്മുടെ കറുകച്ചാലിനെ കുറിച്ച് സാറിന് ഞങ്ങളുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? കറുകച്ചാലിൽ ഞങ്ങളെ സംബന്ധിച്ചോളം നല്ല കസ്റ്റമേഴ്സ് വർഷങ്ങളായി തലമുറകളായിട്ട് നമുക്ക് കസ്റ്റമറായിട്ട് നിൽക്കുന്ന പല കുടുംബങ്ങളും ഉണ്ട്. അവരെയൊക്കെ നമുക്കൊരിക്കലും മറക്കാനോ അവർ ഒക്കെ നമ്മൾ വിട്ട് മാറ്റി നിർത്തി ചിന്തിച്ച ഒരു ബിസിനസ്സുമായിട്ട് പോകുന്നതിനെ കുറിച്ച് പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അത്ര ആത്മബന്ധമുള്ള ഒരുപാട് ബന്ധുക്കളെക്കാട്ടിലുപരി അതിലും സ്നേഹമായിട്ട് പെരുമാറുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് നല്ലൊരു അനുഭവമാകട്ടെ. അപ്പോൾ തീർന്നിട്ടില്ല, ഇവിടെ ഓഫറുകളുണ്ട്, അതുപോലെ നിരവധി എക്സ്ചേഞ്ച് ഓഫറുകളുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ വരാം. ഇവിടെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നതാണ്. തീർച്ചയായിട്ടും ഈ കറുകച്ചാലുള്ളവരും ഈ വീഡിയോ കാണുന്നവരും ഈ സേവനം പരമാവധി പ്രയോജനപ്പെടുത്തുക. ഓക്കെ. അപ്പോൾ വീണ്ടും നമ്മൾ കറുകച്ചാലിലെ കുറെ ഓട്ടോ ചേട്ടന്മാരുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് പരിചയപ്പെടാലോ. നമസ്കാരം ഉണ്ട്. പേരെന്ന് പറയാമോ? നമസ്കാരം. അല്ല, കണ്ണാടിയൊക്കെ വെച്ച് നല്ല ലുക്കിലാണ് നിൽക്കുന്നത്. വണ്ടി ഓടിക്കണോ? വണ്ടി ഓടിക്കുക. നമ്മുടെ യൂണിഫോം ഒന്നും വേണ്ടായിരിക്കും. ഇപ്പൊ മഴയല്ലായിരുന്നു, മഴ പെയ്ത് വണ്ടി മൊത്തം മരഞ്ഞായിരുന്നു. യൂണിഫോം മാറ്റി. ഇപ്പൊ മാറ്റി ഞങ്ങളുടെ സ്ഥലത്തെ പ്രധാന പയ്യൻസുമാരായിരുന്നു എല്ലാവരും. അപ്പൊ ഈ കറുകച്ചാലിന്റെ നാടും നാട്ടുകാരും വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വന്നതാണ്. കറുകച്ചാൽ മൊത്തം ഒപ്പിയെടുത്തോണ്ടിരിക്കുകയാണ്. കറുകച്ചാലിനെ കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ പ്രേക്ഷകരോട്? പ്രത്യേകിച്ച് കറുകച്ചാല് 4 സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ വരുന്ന ഒരു കവലയാണ്. അതല്ലേ? നല്ല രീതിയിൽ ഓട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നല്ല ഓട്ടോ അല്ലേ ഇവിടെ? കറുകച്ചാലിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ എങ്ങോട്ട് തിരിഞ്ഞാലും ഓട്ടോ സ്റ്റാൻഡാ. ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഏത് വഴിക്ക് പോയാലും അവിടെ എല്ലാം ഇതിന് മാത്രം ഓട്ടോ ഉണ്ടോ കറുകച്ചാലില്? ഓട്ടോ ഉണ്ടല്ലേ? എന്താ പറഞ്ഞേ? ചരിത്രം ഉറങ്ങുന്ന കറുകച്ചാലല്ലേ ഇത്? പേരെന്ന് പറഞ്ഞേ? എന്റെ പേര് ഓമനക്കുട്ടൻ. ഓമനക്കുട്ടൻ ചേട്ടൻ പറയണ്ട, ചരിത്രം ഉറങ്ങുന്ന സ്ഥലമാണ് കറുകച്ചാൽ. കാരണം എന്താ വെച്ചാൽ നമ്മള് പണ്ട് തൊട്ട് രാജാക്കന്മാര് ഈ കാളവണ്ടി അങ്ങോട്ടും ഇങ്ങോട്ട് യാത്ര ചെയ്തോണ്ടിരുന്ന കാലമായത്. രാജാക്കന്മാര് കാളവണ്ടിയല്ലേ? അത് കുതിരപ്പുറം കഴിഞ്ഞ് കാളവണ്ടി ഇറങ്ങിയായിരുന്നല്ലോ. അതെ അല്ലേ? ആ കാലഘട്ടം മുതൽ ഞങ്ങളുണ്ട് ഇവിടെ. അപ്പൊ ചരിത്രം ഉറങ്ങിയ മണ്ണാണ്. അതാണ് ചാല് കീറി ഉണ്ടാക്കിയ മണ്ണായി. ചാല് കീറി ഉണ്ടാക്കിയതാണ് കറുകച്ചാലെന്ന് പേര് വന്നത്. പേരെന്ന് പറഞ്ഞാ? എന്റെ പേര് ശരത്. വണ്ടി ഓടിക്കുക. ഓട്ടോ ഓടിക്കുക. കുഴപ്പമില്ല. അതല്ലേ? മഴയൊക്കെ ശല്യം ഉണ്ടോ? അതോ? മഴ ഇല്ല, ഇന്ന് മുഴുവൻ മഴയായിരുന്നു. ഞങ്ങളുടെ എപ്പിസോഡ് ഫുള്ള് മഴയായിരുന്നു. മഴ നല്ലതാ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഓട്ടോ ഉണ്ട്. സാധാരണ ആൾക്കാരെല്ലാം പെട്ടെന്ന് ഓട്ടോ വിളിച്ച് വീട്ടിൽ പോകും. അതല്ലേ? ആരും ഇവിടെ നിൽക്കുന്നൊന്നുമില്ല. നല്ല എല്ലാം കൂടെ നല്ല ഇതാ. നമ്മളിപ്പോൾ കറുകച്ചാൽ സെന്ററിലുള്ള വൈറ്റ് മാർട്ടിന്റെയും PS ഫർണിച്ചറിന്റെയും വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. നിങ്ങൾക്കായി ഒരുപാട് അനവധി കാഴ്ചകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ അടിപൊളി ഓഫറുകളും. ആ കാഴ്ചയിലേക്ക് നമുക്ക് പോവാം. വാ. ഹലോ സാർ, നമസ്കാരം. എന്നാണ് വാർത്തയൊക്കെ? സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടുത്തെ അടിപൊളി ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. വൈറ്റ് മാർട്ടിന്റെ ഒക്കെ പ്രേക്ഷകരെ ഒന്ന് പരിചയപ്പെടുത്താം. നമ്മുടെ PS വൈറ്റ് മാർട്ട് ആൻഡ് PS ഫർണിച്ചറിന്റെ പാർട്ണറാണ്. സാറെ പേരെന്ന് പറഞ്ഞു? എന്റെ പേര് ബിജു എന്നാണ്. അല്ലേ? അപ്പൊ ഇവിടെ ഒരുപാട് ഓഫറുകൾ, അടിപൊളി ഓഫറുകളാണ് ഇവിടെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഞങ്ങളുടെ പ്രേക്ഷകരോടൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ന്യൂ ഇയർ വന്നത്. ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ പ്രമാണിച്ചിട്ട് നല്ല ഓഫറുകൾ ഉണ്ടല്ലേ? അത് ശരി. എന്തൊക്കെയാണ് നമ്മുടെ ഓഫറുകൾ? നമ്മളിപ്പോ ഓരോ വെറൈറ്റിക്കും ഓഫറുകൾ ഡിഫറെന്റ് ആയിട്ടാണ്. അതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് തന്നെ നമുക്ക് ഓരോന്നിന്റെ അടുത്ത് പോയി നിന്നിട്ട് നമുക്ക് പറയാം. അതായത് ടിവിക്ക്
വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഓരോ മോഡലിനും വ്യത്യസ്തമായിട്ടുള്ള ഓഫറുകൾ, വാറണ്ടി കാര്യങ്ങൾ ആ. അതെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ വാഷിംഗ് മെഷീനും പിന്നെ അതുപോലെ തന്നെ ഫർണിച്ചർ ഐറ്റംസും മാട്രസ്, അലമാര ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. എല്ലാത്തിനും ഓഫർ ഉണ്ട്. അതൊക്കെ നമ്മുടെ എല്ലാത്തിനും വ്യത്യസ്തമായിട്ടുള്ള ഓഫർ ആൾക്കാർ ഇവിടെ പരിചയപ്പെടുത്താൻ ആളുണ്ട്. പറഞ്ഞുതരാം. Okay. ഓരോന്നും നമുക്ക് വൃത്തിയായിട്ട് അതിനു മുമ്പായിട്ട് നമുക്ക് സാറിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. സാറേ, എന്താണ് ഈ PS എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? PS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അച്ഛനാണ് PS സ്റ്റോഴ്സ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത്. ഇപ്പൊ ഇവിടെ നമ്മള് ഒരു പലചരക്കടയും ഒക്കെ ആയിട്ടായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. സ്റ്റാർട്ടിങ് അല്ല, ഇവിടെയായിരുന്നു നമ്മുടെ തുടക്കം ഇവിടെ എന്ന് പറഞ്ഞാൽ NSSന്റെ അവിടെ ആയിരുന്നു. NSS ജംഗ്ഷന്റെ അവിടെ. അവിടുന്ന് പിന്നീട് കാലാന്തരത്തിൽ ഇങ്ങോട്ട് മാറ്റം വന്നതാണ്. ഫർണിച്ചർ അച്ഛന് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേന് പലചരക്കും സ്റ്റേഷനറി അങ്ങനെയുള്ള മാത്രമേ ഉണ്ടായിരുന്നു കടയായിരുന്നു. അന്നത്തെ കാലത്ത് കയറിച്ചാൽ കവലയിൽ കടകൾ വളരെ വിരളമായിരുന്നു. 1-2 കടയൊക്കെ ഉള്ളായിരുന്നു. അപ്പൊ PS എന്ന് പറയുമ്പോൾ ഇതാണ് അച്ഛന്റെ പേര് ശങ്കരൻ എന്നായിരുന്നു. പന്തമാക്കൽ ശങ്കരൻ അതാണ് PS. ഞാനൊരു 2000 ആണ്ടിലാണ് ഇവിടെ കയറി ഇരിക്കാൻ തുടങ്ങിയത്. ഫർണിച്ചർ മാത്രമേ ഉള്ളായിരുന്നു ആദ്യം. അത് കഴിഞ്ഞ് പിന്നെ വൈറ്റ് മാർട്ടിന്റെ ഫ്രാഞ്ചൈസിയും കൂടെ എടുത്തിട്ട് കോംപ്ലൈൻസും എല്ലാം ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ നമുക്ക്. എന്തായാലും സാറേ, ഒരുപാട് നന്ദിയുണ്ട് സാറിനെ പരിചയപ്പെടാൻ കഴിഞ്ഞാല്. അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഹലോ ചേച്ചി, നമസ്കാരം. നമസ്കാരം. എന്താ പേര്? സിന്ധു. അപ്പൊ സിന്ധു ചേച്ചിയാണ് നമ്മൾ ഇവിടെ എല്ലാ കാര്യങ്ങളും പരിചയപ്പെടുത്തിയതിന്റെ ഓഫർ എല്ലാം പറഞ്ഞു തരാൻ പോകുന്നത്. ചേച്ചി എവിടെയാണ് തുടങ്ങുന്നത്? നമുക്ക് LG TV തുടങ്ങാം അല്ലേ? LG അല്ല 55 ഇഞ്ചിന്റെ LG TV. ഇതിന്റെ റേറ്റ് എങ്ങനെയാ? അപ്പൊ റേറ്റ് വരുന്നത് 71,990 ആണ് MRP റേറ്റ് അല്ലേ? നമുക്ക് പിന്നെ ഇത് ക്രിസ്മസിന്റെ ന്യൂ ഇയറിന്റെ സ്പെഷ്യൽ ഓഫർ വന്നിരിക്കുന്നത് 41,999 ആണ്. 999. ഭയങ്കര ഓഫർ ആണല്ലോ അത്. നല്ല വ്യത്യാസം. സ്പെഷ്യൽ ഓഫർ അല്ലേ? ഓ, അത് ശരി. അപ്പൊ ഇതെല്ലാം അതിന്റെ തന്നെ ഓരോ കമ്പനികളാണ്. പിന്നെ നമുക്ക് വരുന്നത് ഇംപെക്സിന്റെ ഇംപെക്സ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 4 വർഷം ഫുൾ വാറന്റി വരുന്നുണ്ട്. 4 വർഷം ഉണ്ടല്ലേ? 4 വർഷമുണ്ട്. അതിന്റെ MRP എന്ന് പറയുന്നത് 55,000 രൂപയാണ്. 55,000. അതിന്റെ സ്പെഷ്യൽ ഓഫർ എന്ന് പറയുന്നത് 25,499. വൈറ്റ് സ്മാർട്ടില് അടിപൊളി ഓഫറുകളാണ് കേട്ടോ. അതുകൊണ്ട് ആരും മടിച്ചു നിൽക്കണ്ട, ഓടിപ്പോര് അല്ലേ? പിന്നെ നമുക്ക് വരുന്നത് 32 വരുന്നത്. 32 വരുമ്പോഴത്തേക്കിന് ഇത് വരുമ്പോഴത്തേക്കിന് 19,000 രൂപയുടെ TV ആണ്. MRP വരുന്നതാണോ? അതെ, അതിന് ഓഫർ ഉണ്ട്. 7,900 ആണ്. 7,900 അല്ലേ? വമ്പൻ ഓഫറുകളാണ്. അപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് വമ്പൻ ഓഫറാണ് വൈറ്റ് മാർട്ടില്. അതുകൊണ്ട് എല്ലാരും മടിച്ചു നിൽക്കാതെ പോലെ തീർന്നിട്ടില്ല. അടുത്ത കാഴ്ചയിലേക്ക് പോവാം. അപ്പൊ വാഷിംഗ് മെഷീന്റെ ഓഫറുകൾ പോരട്ടെ, പറയൂ, കേക്കട്ടെ. നമുക്ക് വാഷിംഗ് മെഷീൻ ഇരിക്കുന്നത് ഫ്രണ്ട് ലോഡിന്റെ ഇരിപ്പുണ്ട്. നമുക്ക് IFB ഉണ്ട്. എല്ലാ കമ്പനിയും ഉണ്ടല്ലേ? സാംസങ് ഉണ്ട്, LG ഉണ്ട്, എല്ലാ നല്ല കമ്പനികളുണ്ട്. അതിനകത്ത് റേറ്റ് അതിന്റെ ഓഫറും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. ഓഫർ വരുന്നത് സാംസങ്ങിന് വരുന്നത് 49,990 33,890 എഴുതി വെച്ചിട്ടുണ്ടല്ലേ? ഓക്കെ, അടിപൊളി ഓഫറാണ്. സ്പെഷ്യൽ ഓഫർ അല്ലേ? അത് ശരി. പിന്നെ നമുക്ക് വരുന്നത് LG വരുന്നുണ്ട്. LG വരുമ്പോഴത്തേക്കിന് AI ടെക്നോളജി വരുന്ന മോഡലുണ്ട്. AI ടെക്നോളജിയുടെ മോഡൽ അല്ലേ? ഓട്ടോമാറ്റിക്. അത് നമുക്ക് ഫോണിനകത്ത് നമുക്ക് കണക്ട് ചെയ്ത് അതിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് പ്രത്യേകിച്ച് മെനക്കെട്ട് പോയി നമ്മൾ ഇരിക്കണ്ട, TV ഒക്കെ കണ്ടോണ്ടിരിക്കാം അല്ലേ? അപ്പം ഫോണിനകത്ത് നമുക്കെല്ലാം ചെയ്യാം. ഇതും അതേ ടെക്നോളജിയാണ്. ആ ടെക്നോളജി അല്ല, ഇത് LGയുടെ വേറൊരു മോഡലാണ് അല്ലേ? ഇതിനകത്ത് സാധാ. ഇതിന്റെ ഓഫർ ഒക്കെ എങ്ങനെയാ? ഇതിന്റെ ഓഫർ വരുന്നത് നമുക്ക് 28 സംതിങ് തൊട്ട് വരുന്നുണ്ട്. അതെ അല്ലേ? ഓഫർ റേറ്റ് ആണ്. ഓഫർ റേറ്റ് ഇതിന്റെ വരുന്നത് 30 ഓട്ടോമാറ്റിക്. ഇതിന്റെ വരുന്നത് നമുക്കൊരു 44,490 ആണ് MRP വരുന്നത് അല്ലേ? 30 രൂപ റേഞ്ചിന് ഓഫർ ഇട്ട് നമുക്ക് കൊടുക്കും. നമുക്ക് സ്റ്റൗ എല്ലാത്തിനും ഇവിടെ എക്സ്ചേഞ്ച് ലഭിക്കുന്നതാണ്. 2,500 രൂപ മുതൽ നമുക്ക് സ്റ്റൗ എക്സ്ചേഞ്ച് ഓഫർ ഉണ്ടല്ലേ? ഒരു കാര്യം കൂടെ പറയാം, ഇവിടെ എല്ലാ ഐറ്റംസിനും EMI സൗകര്യം ഉള്ളതാണ്, ഫിനാൻഷ്യൽ സൗകര്യം ഉണ്ട്. അതോടൊപ്പം തന്നെ ക്രെഡിറ്റ് കാർഡ് ഓഫറും ഉണ്ട് കേട്ടോ. ഇതുകൊണ്ടോ എന്തോരം ഐറ്റംസ് ആയിരിക്കുന്നത് അല്ലേ? ഇവിടെ എല്ലാ സ്മോൾ അപ്ലയൻസിനും എക്സ്ചേഞ്ചും ഡിസ്കൗണ്ട് ഓഫറും ഉണ്ട്. ചേച്ചി, ഇത് കൊള്ളാലോ ഈ അലമാരി. ഇത് നമുക്കിപ്പോ ഒരു കോംബോ ഓഫർ ആണ് വരുന്നത്. കോംബോ ഓഫർ അല്ലേ? ഓ, അത് ശരി. ബെഡ്റൂം സെറ്റ് ആയിട്ടാണ് വരുന്നത്. കോട്ടിന്റെ കൂടെ ഉള്ളതാണോ? കോട്ടുണ്ട്, അലമാരി ഉണ്ട്, ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട്, ബെഡ് സൈഡും ഉണ്ടല്ലേ? എല്ലാം കൂടെ എല്ലാ റേറ്റാ? 31,499. വളരെ കുറവാണല്ലോ. ഏതായാലും നല്ല അടിപൊളി ഓഫറാണ്, കോംബോ ഓഫറാണ്. നിങ്ങൾ ഇവിടെ വന്ന് ഇത് കാണണം കേട്ടോ. അപ്പൊ ചേച്ചി, നമ്മുടെ എല്ലാം കഴിഞ്ഞോ? ഇല്ല, നമുക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ. നമുക്ക് 2ാം നിലയില്
ഫർണിച്ചർ ഉണ്ട്. തുടങ്ങിയിട്ടേ ഉള്ളത്, ഇനിയും മേളിലുണ്ടെന്ന്. വാ. ആഹാ, ഇത് കൊള്ളാലോ ചേച്ചി, അടിപൊളി കളക്ഷൻ ആണല്ലോ ഫർണിച്ചറിന്റെ ഒക്കെ. നമുക്ക് ഡൈനിങ് ടേബിൾ ഉണ്ട്, സെറ്റി, കട്ടില്, അലമാര, കവർ സെറ്റുകൾ എല്ലാ. ഈ കട്ടിലൊക്കെ എത്രയാ ചേച്ചി ഇതിന്റെ? ഇത് നമുക്കൊരു 5 അടിയാ വരുന്നത്. 5 അടി അല്ലേ? ആ, മെത്ത കൂടെ ഉള്ളതാണോ അതോ മെത്തത് സെപ്പറേറ്റ് ആണ്? അതും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് എടുക്കാം. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഫുൾ കവർ സെറ്റ് അല്ലേ? കവർ സെറ്റുകൾ വരുന്നുണ്ട്. പിന്നെ തടിയുടെ വരുന്നുണ്ട് ഫുൾ കവർ. തേക്കിന്റെ അല്ലേ? തേക്കാണ് നമുക്ക്. തേക്കിന്റെ ഫുൾ കവർ സെറ്റ് ഉണ്ട്. പിന്നെ ദിവാങ്കോട്ട് ഉണ്ട്. ദിവാങ്കോട്ട്, ഓക്കെ. പിന്നെ നമുക്ക് വരുന്ന സ്റ്റീലിന്റെ വരുന്നുണ്ട്. സ്റ്റീലിന്റെ ആകുമ്പോഴത്തേക്കിന് തുരുമ്പെടുക്കത്തില്ല, കുത്തലെടുക്കത്തില്ല, അങ്ങനെ ആൾക്കാർ അതൊന്നും ചോദിച്ചു മേടിക്കുന്നുണ്ട്. അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ അലമാരി ഉണ്ടല്ലോ. അലമാരി സ്റ്റീലിന്റെ ആണ്. എല്ലാം നല്ല ഓഫറിലാണ്. ചേച്ചി ഇതെന്തായാലും കൊള്ളാം കേട്ടോ, സെറ്റ് ആണല്ലോ. ഇത് എന്താ സംഭവം? ഇതെന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റഡി ടേബിൾ ആണ്. കുഞ്ഞുങ്ങളുടെ പുസ്തകങ്ങൾ നമുക്ക് എടുത്ത് അടുക്കി വെക്കാം, എഴുതാം. അത് കഴിഞ്ഞ് നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാം. ഇതിനകത്താണെങ്കിൽ കുട്ടികളുടെ എല്ലാ സാധനങ്ങളും, ബാഗ്, മറ്റുള്ള സാധനങ്ങളൊക്കെ. പിള്ളേരുടെ ഒരു സാധനം നിരന്ന് കിടക്കില്ല. ഇല്ല, നിരന്ന് കിടക്കത്തില്ല. ഇതുപോലെ തന്നെ പഠിച്ചു കഴിഞ്ഞ പിള്ളേർക്ക് പുസ്തകം എടുത്ത് കുറച്ചുകൂടെ വലുപ്പമുണ്ട്, എക്സ്ട്രാ കുറച്ച് സ്ഥലം കൂടെ കൂടെ കൂടുതലുണ്ട്. മുതിർന്ന പിള്ളേർക്ക് പറ്റും. അതെ. വാഷിംഗ് മെഷീനും ടി വി മാത്രമല്ല കേട്ടോ ഓഫർ ഉള്ളത്. ഫ്രിഡ്ജ് ഉണ്ട്, AC ഉണ്ട്, ഫർണിച്ചർ ഉണ്ട്, അതുപോലെ എല്ലാത്തിനും ഇവിടെ ഓഫറും ഡിസ്കൗണ്ടും ഉണ്ട്. അതുകൊണ്ട് ക്രിസ്മസ് ന്യൂ ഇയറും ഒക്കെ ആഘോഷിക്കാൻ എല്ലാവരും ഇങ്ങോട്ട് പോരാ. ഇവിടെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ സേവനങ്ങൾ പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. നമ്മുടെ സ്വന്തം കട ജനതാ ഫിഷ് മാർട്ട് നമ്മുടെ പുറങ്ങുന്നത്തുള്ള അണ്ണന്റെ കടയാണ്. നമ്മുടെ നാട്ടുകാരുടെ കട പരിചയപ്പെടുത്തില്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഏത് കടയാണ് പരിചയപ്പെടുന്നത്? അണ്ണ നമസ്കാരമുണ്ട്. നമസ്കാരം. പേരെന്ന് പറയാമോ? മുഹമ്മദ് കുഞ്ഞ്. പുറങ്ങുന്നതാണ് കേട്ടോ, നമ്മുടെ നാട്ടുകാരനാണ്. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ കറിവേച്ചാല കച്ചവടം? അടിപൊളി കച്ചവടമാണ്. നാട്ടുകാര് വളരെയധികം സഹകരണമുണ്ട്. നമ്മുടെ പുറങ്ങുന്നതുള്ളതിനേക്കാളും സഹകരണമുള്ള നാട്ടുകാരാണ് കറിവേച്ചാൽ എന്നാണ് പറയുന്നത്. നിരവധി അനവധി ഓഫറുകളുടെ കൂമ്പാരം നിങ്ങൾക്ക് കാണണോ എങ്കിൽ കറുകച്ചാലിൽ നിന്നും ചങ്ങനാശ്ശേരി റൂട്ടിലുള്ള PS ഹോണ്ടയിലോട്ട് വന്നാൽ മതി. ഇവിടുത്തെ അടിപൊളി വിശേഷങ്ങളും കാഴ്ചകളും ഓഫറുകളും എന്താണെന്ന് അറിയണ്ടേ? നമുക്ക് പോയി നോക്കാം. ഹലോ, നമസ്കാരം. ഹലോ. എന്നാണ് വാർത്തകളൊക്കെ? എന്നായിരിക്കുന്നു? സുഖം. ഇവിടുത്തെ ഒരുപാട് വാർത്തകളും വിശേഷങ്ങളും ഒരുപാട് ഓഫറുകളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു വന്നതാണ്. ഒരുപാട് ഓഫർ ഉണ്ട്. എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത? ഞങ്ങളെ പ്രേക്ഷകരോടൊന്ന് പറയാമോ? നമുക്ക് സ്കൂട്ടറുകൾക്കും ബൈക്കുകൾക്കും ഒക്കെ ഒത്തിരി ഓഫറുകൾ ഇപ്പൊ വന്നിട്ടുണ്ട്. നമുക്ക് CB 200, ഹോർനെറ്റ്, ഈ വണ്ടികൾക്കൊക്കെ 12,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ ഉണ്ട്. പേര് പറഞ്ഞില്ലല്ലോ. ആർദ്ര. അടിപൊളി പേരാ കേട്ടോ. താങ്ക് യു. അപ്പോൾ ഇവിടെ നമുക്ക് ഏതാ ടൂ വീലർ ഏതൊക്കെയാണുള്ളത്? നമുക്ക് ടൂ വീലർ സ്കൂട്ടറായിട്ട് ആക്റ്റീവായും ഡിയോയും ഉണ്ട്. അതിന്റെ 110, 125 വരുന്നുണ്ട്. പിന്നെ ബൈക്കുകൾ വരുമ്പോൾ ഷൈൻ 100, ഷൈൻ 125, SP 125, യൂണിക്കോൺ, SP 160, CB 200, NX, പിന്നെ ഹോർനെറ്റ്, അങ്ങനെയുള്ള ഒരുപാട് വണ്ടികളുണ്ടല്ലോ. ഒരുപാട് കളക്ഷൻസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. അതുപോലെ ഒരുപാട് കളക്ഷൻ പോലെ തന്നെ ഒരുപാട് ഓഫറുകൾ നമുക്ക് ഇവിടെ ഉണ്ട് അല്ലേ? അതെ. സർവീസിംഗും കാര്യങ്ങളൊക്കെ? സർവീസിംഗ് എല്ലാം നമുക്ക് ഇവിടെ തന്നെയുണ്ട്. സർവീസ്, സ്പെയർ പാർട്സ് എല്ലാം നമുക്ക് ഇവിടെ തന്നെയുണ്ട്. അതും ഉണ്ടല്ലേ? സർവീസിംഗും ഉണ്ട്, അതുപോലെ തന്നെ സ്പെയർ പാർട്സും ഉണ്ടല്ലേ? അത് ശരി. അപ്പൊ ഇവിടെ ഒരു സെയിൽ മാത്രമല്ല, നമുക്ക് നമ്മളുടെ ഒരു ഹോണ്ടയുടെ ഇവിടെ നിന്ന് ഒരു വണ്ടി എടുത്താൽ അതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ തന്നെ ചെയ്തു കൊടുക്കും. നമുക്ക് എങ്ങനെ ഇതിന്റെ ആ ഒരു വാറന്റി അങ്ങനെയുള്ള സംഭവങ്ങൾ? വാറന്റി നമുക്ക് ഹോണ്ടയ്ക്ക് 10 വർഷം വരെ വാറന്റി എടുക്കാനായിട്ട് ഇപ്പൊ ഓപ്ഷൻ ഉണ്ട്. പുതിയ ടൂ വീലറുകൾക്കാണെങ്കിലും 10 വർഷം വരെ വാറന്റി വരും. എക്സ്റ്റൻഡഡ് വാറന്റി 10 വർഷം. അടിപൊളി കേട്ടോ. ആർദ്ര ഏതൊക്കെയാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡൽ? അതെ. ഇത് സ്കൂട്ടറിന്റെ ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ്. സ്മാർട്ട് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. അത് ഡിയോ 125 സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ വേരിയന്റ്. അപ്പൊ ഇതൊന്ന് കാണിക്കാം നമ്മളെ. പിന്നെന്താ സിസ്റ്റം ഒക്കെ ഒന്ന്. ഇതാണ് നമുക്ക് ഇതിന്റെ മീറ്റർ വരുന്നത്. ഡിജിറ്റൽ മീറ്റർ ആണ്. ഡിജിറ്റൽ മീറ്റർ ആയിട്ടുണ്ട്, TFT മീറ്റർ ആയിട്ടുണ്ട്. അത് ശരി. ഇതിന്റെ കീ ഒക്കെ? ഇതിന്റെ കീ വരുന്നത് റിമോട്ട് കീ ആണ്. റിമോട്ട് കീ ആണല്ലേ? അതെ. ഇതാണ് ഇതിന്റെ കീ വരുന്നത്. അതാണ് കാറിന്റെ സിസ്റ്റം ആയി. ടൂ വീലർ വരെ. ഇതും കൂടെ ഒന്ന് കാണിക്കും ആർദ്ര. പിന്നെന്താ കാണിച്ചത്? ഇതിന്റെ കീ വരുന്നത് നോർമൽ കീ തന്നെയാണ്. നോർമൽ കീ വരുന്നത്. നേരത്തെ പോലെ തന്നെ സ്റ്റാർട്ടിങ് ഡിജിറ്റൽ മീറ്റർ സെയിം മീറ്റർ തന്നെ, TFT മീറ്റർ തന്നെയാണ് ഇതിനും വരുന്നത്. കൊള്ളാം കേട്ടോ. നല്ല ലുക്കാണ് വണ്ടി. നല്ലൊരു മോഡൽ തന്നെയാണ്. സ്കൂട്ടർ ആണ്. സ്പോർട്ടി സ്കൂട്ടർ ആയിട്ട് വരുന്ന മോഡലിലുള്ളതാണ് ഡിയോ.
പിന്നെ നമുക്ക് പുതിയ വണ്ടികൾക്കും പഴയ വണ്ടികൾക്കും 10 വർഷം വരെ വാറണ്ടി വാറണ്ടി ഉണ്ടല്ലേ? പഴയതിനും പുതിയതിനും എല്ലാം നമുക്ക് ഓഫർ എല്ലാത്തിനും ഉണ്ട് 10 വർഷം വാറണ്ടി. ഇതിന്റെയൊക്കെ കളർ പലത് കാണും അല്ലേ? അതെ നമുക്ക് ഇതിനും 6 കളർ വേരിയന്റ് വരുന്നുണ്ട്. ഡിയോ 125നും 6 കളർ വേരിയന്റ് വരുന്നുണ്ട്. 6 വരെ വരുന്നുണ്ടല്ലേ? ആക്ടിവയ്ക്കും അതെ 6 കളർ വേരിയന്റ് വരുന്നുണ്ട്. ഓക്കെ ഇതുണ്ട് പ്രശ്നം ആനിവേഴ്സറി എഡിഷൻ ആണ്. ഒരു രക്ഷയില്ല കേട്ടോ, പൊളി ലുക്കാണ്. ഓക്കെ ആ സൈഡ് ഡിസൈൻ ഒക്കെ നോക്കിയേ, കിടു സാധനം. ഒരു കിടു ഐറ്റം കാണിച്ചു തരാം. നോക്കിയാ കണ്ടോ എന്നാ സാധനം അല്ലേ? അതാ ഇത് ഏത് മോഡലാണ്? ഇത് ഏത് ഐറ്റം? 200X എന്ന് പറഞ്ഞ ബൈക്കാണ്. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ മോഡൽ അല്ലേ? സ്പോർട്ടി അഡ്വഞ്ചർ ബൈക്കാണ്. സ്പോർട്ടി അഡ്വഞ്ചർ. ഇതിന്റെ കാര്യങ്ങളൊക്കെ പറയാം. ഇത് ഓൺ ദ റോഡ് എന്നാ വില വരും? ഇതിന്റെ ഓഫറും കാര്യങ്ങളൊക്കെ 1,86,000 ആണ് നമുക്ക് ഓൺ റോഡ് വരുന്നത്. 15,000 രൂപ വരെ നമുക്ക് ഇതിന് ആനുകൂല്യം വരുന്നുണ്ട്. വെറും നമുക്കൊരു 3,000 രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് അടയ്ക്കുകയാണെങ്കിൽ ഈ വണ്ടി ഇറക്കാനായിട്ട് പറ്റും. 60 മാസം വരെ ലോൺ കാലാവധിയും വരുന്നുണ്ട്. കൊള്ളാം കേട്ടോ. ഈ ഇരിക്കുന്ന എല്ലാ ഓഫറുകളാണ്. അതെ ഇതിനെല്ലാം ഓഫർ ഉള്ളത്. എല്ലാം ഉണ്ടല്ലേ? എല്ലാത്തിനും ഓഫർ. എന്തൊക്കെയാണ് ഓഫർ ഉള്ളത്? നമുക്ക് ആക്ടിവയ്ക്കും ഡിയോയ്ക്കും ബൈക്കുകൾക്കും എല്ലാ ആക്സറീസ് ഓഫർ വരുന്നുണ്ട്. ഓ അത് ശരി. 3000 കൂടെ ആക്സറീസ് ഫ്രീ ആണ്. ഫ്രീ ആക്സറീസ് വരുന്നുണ്ട്. പിന്നെ 3000 രൂപ എക്സ്ചേഞ്ച് ബോണസ് വരുന്നുണ്ട്. 3000 രൂപ. പിന്നെ 999 രൂപ അടയ്ക്കുകയാണെങ്കിൽ നമുക്ക് പുതിയ വണ്ടി ഇറക്കാനായിട്ട് പറ്റും. 999 രൂപ അടച്ചാൽ മതി ഡൗൺ പേയ്മെന്റ് അല്ലേ? അതെ. വണ്ടി ഇവിടെ നിന്ന് തന്നു വിടുക. പിന്നല്ല. അപ്പൊ ആരുടെ ഈ സർവീസിന് വരുന്ന ആൾക്കാർക്ക് നിങ്ങൾ ഈ ക്രിസ്മസ് ഒക്കെ ആയിക്കൊണ്ട് എന്തെങ്കിലും ഓഫറുകളൊക്കെ കൊടുക്കുന്നു? പിന്നെ ഉണ്ടല്ലോ, സർവീസിന് വരുന്നത് ഞങ്ങളുടെ കസ്റ്റമർ തന്നെയല്ലേ, അവർക്കും ഓഫർ ഉണ്ട്. പുതിയതുമായ എല്ലാ വണ്ടികൾക്കും നമ്മുടെ ഉത്തരവാദിത്തത്തോടുകൂടി വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സ്പെയർ പാർട്സുകൾക്ക് ലൂബ്രിക്കൻസിനും 5% ഡിസ്കൗണ്ട്, ലേബറിന് 10% ഡിസ്കൗണ്ട് വരുന്നുണ്ട്, വാഷിങ്ങിന് 50% ഡിസ്കൗണ്ട് വരുന്നുണ്ട്. പിന്നെ ഫ്രീ ആയിട്ട് നമ്മൾ ബാറ്ററി ചെക്കപ്പും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓഫർ പോരാഞ്ഞിട്ട് ആ കൂടെ ഡിസ്കൗണ്ടുമാണ്. ആർദ്ര ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളെല്ലാം കണ്ടു, അടിപൊളിയായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞോ നമ്മള്? കഴിഞ്ഞു. ഇനി നമുക്ക് AMC എന്ന് പറഞ്ഞ, അതായത് ഫ്രീ സർവീസ് കഴിഞ്ഞ കസ്റ്റമർക്ക് നമ്മൾ AMC എന്ന് പറഞ്ഞൊരു പാക്കേജ് ഹോണ്ട കൊടുക്കുന്നത്. ആ പാക്കേജിന്റെ ഇതാ കൊടുത്തേക്കുന്നത്. ആ പാക്കേജിന്റെ ഡീറ്റെയിൽസ് ആണ് ഇതിലുള്ളത്. വെറും 700 രൂപ മുടക്കുകയാണെങ്കിൽ നമുക്ക് 1 വർഷത്തേക്കിന് അതിനുള്ളൊരു കവറേജ് കിട്ടുന്നുണ്ട്. അതെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ചെയ്യേണ്ട സർവീസും കാര്യങ്ങളൊക്കെയാണ്. അതെ. ഓക്കെ. അപ്പൊ സൺഡേ എങ്ങനെ നിങ്ങൾ വർക്കിംഗ് ഉണ്ടോ? അതെ, എല്ലാ സൺഡേ നമ്മൾ വർക്കിംഗ് ആണ്. അപ്പൊ 7 ദിവസം അതെ, 7 ദിവസം ഓപ്പൺ ആണ്. എല്ലാ ദിവസവും നമുക്ക് ഇവിടെ സ്റ്റാഫ് ഉണ്ട്. സെയിൽസ് എല്ലാ ദിവസവും ഓപ്പൺ ആണ്. അപ്പൊ ആർദ്ര ഏതായാലും ഒരുപാട് നന്ദിയുണ്ട്. എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് ആർദ്ര നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ കറുകച്ചാലുള്ളവരും നമ്മുടെ ഈ വീഡിയോ കാണുന്നവരും ഇവിടുത്തെ ഈ ഓഫറുകളും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കി ഇവിടുത്തെ സേവനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഇവിടെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞങ്ങളിവിടെ കൊടുക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ സേവനങ്ങൾ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. ബൈ. നമ്മളിപ്പോ നിൽക്കുന്നത് കറുകച്ചാല NSS വഴിയാണ്. കോരിച്ചൊറിയുന്ന മഴയത്ത് നമ്മൾക്കിവിടെ കുറച്ച് സ്കൂൾ കുട്ടികളെ കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു അടിപൊളി ടാസ്ക് ഇവർക്ക് കൊടുക്കാം. ആ ടാസ്കിൽ വിജയിക്കുന്നവർക്ക് ഒരു അടിപൊളി സമ്മാനമുണ്ട്. ട്രാവലിംഗ് റോഡ്സ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം കൊടുക്കുകയാണ് ടാസ്കിൽ പങ്കെടുക്കുന്ന കുട്ടികൾ. അപ്പൊ എന്നാലും 4 പേരുണ്ട്. ഇവിടെ 3 പേരുണ്ട്. നിങ്ങൾ എത്രയൊക്കെ പഠിക്കുന്നത്? 10. 3 പേരും 10ലാണ് പഠിക്കുന്നത്. മോനവർ അജിത്ത്, ആൽവിൻ. ഒരാളെന്ത് പറഞ്ഞ പേര് പറ? വിശാല്. അപ്പൊ നമുക്ക് കുട്ടികൾക്ക് ഒരു അടിപൊളി ടാസ്ക് കൊടുക്കുവാണ്. അപ്പൊ തുടങ്ങാം. അപ്പൊ റെഡി 1 2 3 സ്റ്റാർട്ട്. അടിപൊളി മത്സരമാണ്. അവിടെ ഇവിടെയൊക്കെയാണ് പിള്ളേർ നിൽക്കുന്നത്. അവിടെ നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല. മഴ പെയ്യുന്നോണ്ട് നനഞ്ഞു പോവാണ്. മക്കളെ തകർത്തോ? പെട്ടെന്നായിക്കട്ടെ. ആദ്യത്തെ വെള്ളമുള്ളവർക്ക് സമ്മാനം. സമയം കളയരുത്, സമയം വേസ്റ്റ് ആകരുത്. മഴയാണ്. ഞങ്ങൾക്ക് മഴയത്ത് വെള്ളം ഉണ്ടാക്കി ഞങ്ങൾക്ക് ഇവിടെ ഒഴുക്കേണ്ടതാണ്. ഞങ്ങൾ 6 വെള്ളം ഇതിനെ ഒഴുക്കാൻ പോകണം. എന്റെ സ്വന്തം കൂടെ 6 വെള്ളം ഒഴുക്കും. ആദ്യത്തെ വെള്ളം വന്നിരിക്കുകയാണ്. മോനാ പേര് പറഞ്ഞടാ? വിശാൽ. മഴ നനഞ്ഞ് കുളിച്ചു നിൽക്കുകയാണോ? അതിന് കുറയില്ലായിരുന്നു. ഇല്ല. എത്ര പഠിക്കുന്നത്? 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിശാല്. അവന്റെ ഒരു ചുണ്ടൻ വെള്ളം ഉണ്ടാക്കിയേക്കുവാണ്. അടിപൊളി വെള്ളമാണ്. പിടിച്ചോ. ഈ വെള്ളം നമുക്ക് ഇതിനെ ഒഴുക്കണം. അവൻ നമ്മുടെ വിശാലിന് ടാസ്ക് വിജയിച്ചാൽ നമ്മുടെ ട്രാവൽ അടിപൊളി സമ്മാനം കൊടുക്കുവാണ്. ഹാപ്പിയായോ? അടിപൊളി. എന്നാക്കിയെന്നറിയോ? ഇത് ഒരാഴ്ചത്തേക്ക് വീട്ടിൽ രാവിലെ ഉണ്ടാക്കാൻ ഇഡലി, മുട്ട, ദോശ എല്ലാ ഐറ്റംസും ഉണ്ട്. ചിക്കൻ മസാല, ബീഫ് മസാല എല്ലാം ഉണ്ട്. ഹാപ്പിയല്ലേ? സുഹൃത്തുക്കളെ, കോരിച്ചൊരിയുന്ന മഴയത്താണ് ഞങ്ങളെ
കറുകച്ചാൽ NSS പുഴയുടെ മുൻപിലാണ് നിൽക്കുന്നത്. നോക്കിയ മഴ കണ്ടോ, ഒരു മഴയത്തും തുടരാതെ ട്രാവൽ ഇൻഡോർസിന്റെ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവിടെ നിന്നാൽ കാണാം കുട്ടികളെല്ലാം ബസ് സ്റ്റോപ്പിൽ നിൽപ്പുണ്ട്. എല്ലാവരും സ്കൂൾ വിട്ട് പോകാൻ നിൽക്കുന്ന കൂടിയാണ്. ഇവിടെ എല്ലാം മുഴുവൻ കുട്ടികളാണ്. ട്രാവൽ ഇൻഡോർസിന്റെ കറുകച്ചാലിലെ കാഴ്ചകളിൽ വളരെ നയന മനോഹരമായ ഒരു കാഴ്ചയാണിത്. പ്രിയ സുഹൃത്തുക്കളെ, കറുകച്ചാൽ NSS പഠിക്കുന്ന ഒരു ഓട്ടോ സ്റ്റാൻഡിലെ ചേട്ടനെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ചേട്ടാ നമസ്കാരമുണ്ട്. നമസ്കാരം. മഴയൊക്കെ ആയതുകൊണ്ട് ചേട്ടൻ്റെ കാലൊക്കെ മടക്കി നല്ല ഇരിക്കും, അല്ല തണുപ്പല്ലേ? മഴയല്ലേ? മഴയത്ത് ഓട്ടം ഉള്ളതല്ലേ? എന്നാ ഇങ്ങനെ ഓട്ടോ ഉള്ള ആരും വരുന്നില്ല, ഒന്നാങ്കളം പിടിച്ചിങ്ങനെ കിടക്കുക. ആരും വരുന്നില്ല. പേരെന്ന് പറയാമോ? എന്റെ പേര് വിജയൻ. എവിടെ താമസിക്കുന്നത്? ഞാനിവിടെ അടുത്ത് തന്നെ. അടുത്ത് തന്നെ അല്ലേ? എങ്ങനെയുണ്ട് ഇവിടെ ഓട്ടോ ഒക്കെ ഉണ്ടോ? ഓട്ടം വളരെ കുറവാണ്. ഞങ്ങൾ ഈ കറുകച്ചാലിലെ നാട്ടുകാരും വിശേഷങ്ങളുമായിട്ട് വന്നതാണ്. കറുകച്ചാലിനെ കുറിച്ച്, ഈ പരിസരങ്ങളെ കുറിച്ച് ചേട്ടൻ എന്താ പറയാനുള്ളത്? പരിസരങ്ങളെ പറ്റി എന്നാ പറയാനാ, നല്ല സ്ഥലമായി. ഇവിടെ എത്ര വർഷമായിട്ടുണ്ട്? ഞാൻ ജനിച്ചു വളർന്നത് ഇവിടെ. ജനിച്ചു വളർന്നു. അപ്പം ധൈര്യമായിട്ട് പറ. പറഞ്ഞോ, ഞങ്ങളുടെ പ്രേക്ഷകരെ ഇവിടുത്തെ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുകയാണ്. വിശേഷങ്ങളെല്ലാം കറുകച്ചാൽ നല്ല സ്ഥലമാണ്. എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. ഹോസ്പിറ്റലുണ്ട്, സ്കൂളുണ്ട്, പള്ളിയുണ്ട്, അമ്പലമുണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ കറുകച്ചാലിൽ വന്നാല് പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോ കറുകച്ചാലിൽ ചങ്ങനാശ്ശേരിയിലെ റൂട്ടിലാണ് നിൽക്കുന്നത്. പെരുമഴക്കാരൻ ഒരു തൊപ്പിയൊക്കെ മേടിച്ച് വെച്ചു. കൊള്ളാലോ അല്ലേ? അടിപൊളിയല്ലേ? അപ്പം കൂടെ ചേട്ടനെ കിട്ടി. ചേട്ടനോട് ഇവിടുത്തെ വിശേഷങ്ങളൊന്ന് ചോദിക്കാം. ചേട്ടാ നമസ്കാരമുണ്ട്. നമസ്കാരം. പേരെന്ന് പറയാമോ? ബാബു. ബാബുചേട്ടൻ എവിടെ താമസിക്കുന്നത്? ബാബുചേട്ടൻ ചേലക്കൊമ്പ്. എന്തുവാ ചെയ്യുന്നത്? വെൽഡിങ്ങിന്റെ വർക്ക് അല്ലേ? അത് ഈ കറുകച്ചാലിനെ കുറിച്ചൊക്കെ രണ്ടു വാക്ക്. ഇപ്പൊ കറുകച്ചാൽ നല്ല ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങൾക്ക് ഇവിടെ പുതിയ 2-3 തിയേറ്റർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് കറുകച്ചാൽ നല്ല സന്തോഷത്തിൽ. അടിപൊളി തിയേറ്റർ ഉണ്ടല്ലേ? പിന്നെ വേറെ എന്നൊക്കെ ഉണ്ട് നമുക്ക് കറുകച്ചാലിന്? കറുകച്ചാലിൽ കിട്ടാത്തൊന്നുമില്ല. കറുകച്ചാലിൽ കിട്ടാത്തായിട്ടൊന്നുമില്ല അല്ലേ? കറുകച്ചാലിലുള്ളവർക്ക് നമുക്ക് വേറെ എങ്ങോട്ടും പോകണ്ട. എല്ലായിടത്തോട്ടും വണ്ടി സൗകര്യമുണ്ട്. എല്ലായിടത്തും വണ്ടി സൗകര്യം ഉണ്ട്. അതാണ് കറുകച്ചാൽ ചോദിക്കുന്നവരെല്ലാം പറഞ്ഞ കാര്യമാണ്. എല്ലാ സ്ഥലത്തോട്ടും യാത്ര പോകാൻ സൗകര്യമുള്ള ഒരു സ്ഥലമാണ് കറുകച്ചാൽ. വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ അടുത്തൊരു ചേട്ടനെ, അതുപോലെ സഹോദരി ഇവിടെ നിൽപ്പുണ്ട്. നമുക്ക് അവരോടും കൂടി വിശേഷങ്ങളൊന്ന് ചോദിച്ചറിയാലോ. ആ പേരെന്ന് പറയാ ചേട്ടാ? ബാബു. ചേട്ടൻ എവിടെ പോകാൻ നിൽക്കുക? ഞാൻ സാധനം പഠിക്കാൻ വന്നാ ഇവിടെ. പഠിക്കാൻ നിൽക്കുക. അപ്പൊ നമുക്ക് ഇവിടെ ഇപ്പം ആപ്പിളിക്കാരൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇവിടെ വന്നാല് എങ്ങോട്ട് പോകാനുള്ള വണ്ടി ഇഷ്ടംപോലാണ്. ഇവിടെ കിട്ടാത്തൊരു സാധനം ആപ്പിൾ പറഞ്ഞില്ലേ? ആപ്പിൾ പറയാല്ലേ, അതായത് നമുക്കിവിടെ ചെറുന്ന് പറയല്ലേ, പള്ളി, അമ്പലം സാഹോദരികമായിട്ട് കഴിഞ്ഞു പോകുന്ന ഒരു സ്ഥലമാണ്. ആശുപത്രി. ചേച്ചി പേരെന്ന് പറഞ്ഞു? എന്ത് ചെയ്യുന്നു? ഞാനിവിടെ സ്കൂളിൽ വർക്ക് ചെയ്യുക. വർക്ക് കഴിഞ്ഞ് പോവാ അല്ലേ? സെന്റ് ജോൺസിൽ സെന്റ് ജോൺസിൽ വർക്ക് ചെയ്യുവാണ് ചേച്ചി. അപ്പം ചേച്ചി എല്ലാ സൗകര്യം ഉണ്ട്. ബിവറേജ് ഉണ്ട്, ആശുപത്രി ഉണ്ട്, സ്റ്റാൻഡ് ഉണ്ട്, അതിനിപ്പുറത്തെ ആവശ്യം എല്ലാം ഉണ്ട്. ചേട്ടൻ പറഞ്ഞോ ബാറുണ്ടെന്ന്. ചേട്ടൻ അതാണ് അടുത്ത് പറഞ്ഞത്. ചേച്ചി പറഞ്ഞ ഗവൺമെന്റ് ഹോസ്പിറ്റലുണ്ട്, എല്ലാം നല്ല സൗകര്യം ഉണ്ട്. സ്കൂളുണ്ട്, ആശുപത്രി ഉണ്ട്, എല്ലാം ഉണ്ട്. സ്കൂള് എല്ലാം കൊണ്ടും അനുഗ്രഹീതമാണ് നമ്മുടെ കറുകച്ചാൽ അല്ലേ? എന്തായാലും വളരെ നന്ദി. ഓക്കെ ബൈ. നിങ്ങൾ കണ്ടില്ലേ കറുകച്ചാൽ എത്ര വൈബാണെന്ന് നോക്കിയേ. ഇവിടുത്തെ വന്ന മാറ്റങ്ങളാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. ഇവിടെ എങ്ങോട്ട് പോകാനുള്ള യാത്രാ സൗകര്യങ്ങൾ, അതുപോലെ ആരാധനാലയങ്ങള്, സ്കൂളുകള്, ഹോസ്പിറ്റലുകള്, അതുപോലെ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങൾക്കും ഒരുപാട് മാറ്റങ്ങള്. ഒരു കാര്യത്തിനും കറുകച്ചാലുകാർക്ക് പുറത്തോട്ട് പോകേണ്ട ഒരു കാര്യവും ഇല്ല. എല്ലാം ഈ കറുകച്ചാലിൽ തന്നെ ഉണ്ട്. അതാണ് ഇവിടുത്തെ നാട്ടുകാർ എടുത്തെടുത്ത് പറയുന്നത്. കറുകച്ചാൽ വന്ന മാറ്റങ്ങളാണത്. അതൊരു 50 കൊല്ലം മുമ്പത്തേക്കാട്ടിലും കറുകച്ചാൽ ഒരുപാട് മാറി ഒരു നല്ലൊരു മെട്രോ സിറ്റിയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കറുകച്ചാലിന്റെ കാഴ്ചകൾ ഇനി നമ്മൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ കറുകച്ചാലില് പച്ചക്കറിയും, പച്ചച്ചീര, ചുമലച്ചീര വളരെ ആദായ വിലയ്ക്ക് വിൽക്കുന്ന ഒരു ചേട്ടനെ നമ്മൾ കണ്ടു. ചേട്ടാ എന്നാണ് പേരെന്ന് പറയാമോ? ഇവിടെ പച്ചക്കറിയും ചീരയൊക്കെ വളരെ വിലക്കുറവിലാണ് വിൽക്കുന്നത്. അതും നല്ല കിറ്റാണ്. ഇത് കിറ്റ് എത്ര ചേട്ടാ? 100 രൂപ. 100 രൂപ കിറ്റ് കണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് കിറ്റിനകത്ത്. വെറും 100 രൂപയേ ഉള്ളൂ കിറ്റിന്. ഇവിടെ ചീരയൊക്കെ നല്ല ഫ്രഷാണ്. കിഴങ്ങും സവോള ഉണ്ടെന്നാണ് പറഞ്ഞത്. എല്ലാം വണ്ടിക്കകത്തിരിക്കും. മഴ കാരണം എല്ലാം മൂടിയിട്ടേക്കും. അല്ല നമുക്ക് വണ്ടിക്കകത്ത് നിറച്ച് സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റിയാണ്. ഇവിടെ മഴ തോർന്ന് നിൽക്കുന്ന ഒരു സമയമാണ്. നമുക്ക് റാവൻഡോസിന്റെ യാത്രയിൽ ഒരു ഗുരുദേവ അമ്പലത്തിന് മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ചേട്ടനെ നമുക്ക് പരിചയപ്പെടാം. ചേട്ടാ നമസ്കാരം ഉണ്ട്. ആ പേരെന്ന് പറയാം? എന്റെ പേര് ബാബു. ഇവിടെ അടുത്ത് തന്നെയാണ് താമസം? വെട്ടിക്കാമകൻ 58 നമ്പർ ശാഖ. അതെ അല്ലേ? അപ്പൊ ഞങ്ങൾ ഈ നാടും നാട്ടുകാരും കറുകച്ചാലിലെ വിശേഷങ്ങളായിട്ട് വന്നതാണ്. അവിടെ എല്ലാം
കാണിച്ച് ആൾക്കാരെ നമ്മളെ പ്രേക്ഷകരെ കാണിച്ചിട്ട് വരുന്നത് അമ്പലം കാണിച്ചു. അപ്പൊ ഈ കറുകച്ചാലിനെ കുറിച്ചും ഒന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പൊ ഇവിടെ എന്ന് ഈ വിളക്ക് കത്തിക്കുന്ന ഉണ്ടോ? ഇവിടെ ദിവസവും വിളക്ക് കത്തിക്കും. രാവിലെയും വൈകിട്ടും വന്ന ആൾക്കാർ വന്ന് വിളക്ക് കത്തിക്കും. അതുകൂടാതെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ വന്ന് വനിതകൾ വന്ന് വിളക്ക് കത്തിക്കുന്നുണ്ട്. പരിപാടികളൊക്കെ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെയാണ്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇവിടെ നമ്മുടെ ക്ഷേത്രം, ഞങ്ങൾക്ക് ക്ഷേത്രമുണ്ട് വെട്ടിക്കാങ്കല്. ശിവക്ഷേത്രമാണ്. വെട്ടിക്കാങ്കൽ മല്ലപ്പള്ളി റോഡ് 1 കിലോമീറ്റർ, കറച്ചാലിൽ 1 കിലോമീറ്റർ. അപ്പൊ ഇത് എത്ര വർഷമായിട്ട്? എന്റെ ഓർമ്മയിൽ ഇപ്പൊ ഒരു 40 വർഷം അടുത്തായിട്ടുണ്ട്. 40 വർഷം ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഒരുപാട് നന്ദിയുണ്ട്. കറുകച്ചാലിലെ ഒരു അടിപൊളി ബാറാണിത്. ഹോട്ടല്, AC, റെസ്റ്റോറന്റ് എല്ലാം ഉള്ള ഒരു കളക്കനൊരു സംഭവം തന്നെയാണ് കറുകച്ചാലില്. നെത്തല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിന്റെ ഉത്സവത്തിനോടനുബന്ധിച്ചുള്ള ആർച്ചൊക്കെയാണ് ഈ കാണുന്നത്. കേട്ടോ, നല്ല അടിപൊളിയായിട്ടാണ് ആർച്ചൊക്കെ റെഡിയാക്കിയേക്കുന്നത്. നല്ല ഭംഗിയാണ്. ഇന്നാണ് ഇവിടുന്ന് ആറാട്ട്. നാളെ കൊണ്ട് ഇവിടുത്തെ ഉത്സവം തീരുന്ന ദിവസമാണ്. അപ്പോൾ ട്രാവൽ ടൂറിസ്റ്റിന്റെ പാർട്ട് 4 ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എങ്കിലും ഈ പ്രോഗ്രാം കഴിയുന്നില്ല. അടുത്ത കാഴ്ചകള് പാർട്ട് 5ഉം 6ഉം 7ഉം എല്ലാം നമ്മളിവിടെ നടത്തുന്നതാണ്. കറുകച്ചാല് കാഴ്ചകൾ തീരുന്നില്ല. അതുകൊണ്ട് ഉടനെ തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക. ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് ഞങ്ങളൊരു പ്രത്യേക ഗിഫ്റ്റുകൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഉടനെ തന്നെ ഫോളോ ചെയ്തോളുക. കറുകച്ചാലിൽ ഞങ്ങളുണ്ട് കുറച്ച് നാള്. അപ്പോൾ ട്രാവൽ ടൂറിസ്റ്റിന്റെ പുതിയ കാഴ്ചകളുമായിട്ട് വരുന്നതുവരെ ബൈ.